ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ചോക്ലേറ്റ് കേക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗനാഷിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കേക്കിലേക്ക് വേണ്ട ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി മെഷർ ചെയ്യുന്ന കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരായാലും ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വരുന്ന രീതിക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം വിനീഗർ ഒഴിച്ചിട്ടേ പാൽ ഒഴിക്കാവുള്ളൂ. കാരണം ആദ്യം നമ്മൾ 1 കപ്പ് പാലാണ് എടുക്കുന്നതെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്യുമ്പോൾ മെഷർമെന്റ്സ് അവിടെ സ്ലൈറ്റ് വേരിയേഷൻസ് വരും. നമുക്ക് ടോട്ടലി 1 കപ്പ് ബട്ടർ മിൽക്ക് ആണ് വേണ്ടത്. പിന്നെ ബട്ടർ മിൽക്ക് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന മൈദയിൽ ഗ്ലൂട്ടൻ ഉണ്ട്. അതുകൊണ്ടാണ് മൈദ ഇങ്ങനെ വലിഞ്ഞ് സ്ട്രെച്ചി ആയിട്ട് വരുന്നത്. ഗ്ലൂട്ടൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവറിലൊക്കെ കാണുന്ന ഒരു പ്രോട്ടീൻ ആണ്. ആ ഗ്ലൂട്ടനെ ഒന്ന് ടെൻഡറൈസ് ചെയ്യാൻ, അതായത് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ മിൽക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് പിരിഞ്ഞു വരുന്ന വരെ മാറ്റി വെക്കാം, ഒരു 15-20 മിനിറ്റ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ ഇന്നിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്ത ഞാൻ ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. കറക്റ്റ് ആയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഇങ്ങനെ അരിക്കുമ്പോൾ നമ്മുടെ ഫ്ലവർ ഒന്ന് ലൈറ്റ് ആകും. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയും കിട്ടും. കേക്ക് നല്ല പൊങ്ങിയും വരും. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. അപ്പൊ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ്, ബേക്കിംഗ് ടിന്നിൽ ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ തടവിയതിനു ശേഷം പേപ്പർ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ കുറച്ച് ബട്ടർ തേച്ചതിന് ശേഷം കൊക്കോ പൗഡറോ ഇല്ലെങ്കിൽ മൈദയോ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിന്ന് അവനിലും അവൻ ഇല്ലാതെയും ചെയ്യുന്നുണ്ട്. അവൻ ഇല്ലാതെ സ്റ്റീം ചെയ്താണ് കേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീം ചെയ്യണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചോക്ലേറ്റ് പൗണ്ട് കേക്കിൽ യൂസ് ചെയ്ത മെത്തേഡ് യൂസ് ചെയ്യാം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ കാർഡ് കൊടുക്കാം. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുക്കാം. അപ്പൊ ആ രീതിയോ അല്ലെങ്കിൽ ഇതോ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. അപ്പൊ ഗ്യാസിൽ ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളം എടുക്കുക. കാരണം നമ്മൾ ഇതൊരു 30-40 മിനിറ്റ് ആവി കയറ്റിയാണ് എടുക്കുന്നത്. അപ്പൊ വെള്ളമില്ലാതെ പോകരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതേപോലത്തെ ഒരു തട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കണം. ഇനി അവനിലാണെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഇന്നിവിടെ 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. ഈ കോഫി പൗഡർ ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് കോഫി താല്പര്യമില്ലെങ്കിൽ 1 കപ്പ് ചൂടുവെള്ളം മാത്രം ചേർത്താലും മതി. അടുത്ത നമുക്ക് കേക്കിലേക്ക് വേണ്ട 2 മുട്ട ബീറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുട്ട വേറൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മാത്രം മിക്സിംഗ് ബൗളിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വാനില എസൻസ്, കൊക്കോ പൗഡർ ഒക്കെ നല്ല ബ്രാൻഡിന്റെ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല വൈറ്റ് കളർ ആകുന്നവരെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ ബീറ്റർ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ പഞ്ചസാര തെറിച്ചു പോവില്ല. ഇനി ബീറ്റ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ ബീറ്റായി കിട്ടൂല. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പൊ ഇത് നല്ല തരിതരിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് കോഫി ചേർത്ത് കൊടുക്കുക. കോഫി എങ്കിൽ കോഫി, ചൂടുവെള്ളമെങ്കിൽ ചൂടുവെള്ളം, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് കൂടെ ബീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബീറ്റിംഗ് കഴിഞ്ഞു.
ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, പിന്നെ ഇങ്ങനെ കട്ട്, അതാണ് ഫോൾഡ് ആൻഡ് കട്ട് എന്ന് പറയുന്നത്. എപ്പോഴും സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ഫോൾഡ് ചെയ്യുക. മൈദയൊക്കെ നന്നായിട്ട് മിക്സ് ആവണം, മിക്സ് ആവാതെ ഒന്നും കിടക്കരുത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, കൂടുതലായിട്ട് ഓവർ മിക്സ് ചെയ്യരുതെന്ന്. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൈദയിൽ ഗ്ലൂട്ടൻ ഉണ്ട്. അത് ആക്ടിവേറ്റ് ആവാതെ ഇരിക്കാനാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ബാറ്റർ കുറെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആക്ടിവേറ്റ് ആവും. അപ്പൊ നമ്മുടെ ബാറ്റർ ഇങ്ങനെ പശ പോലെ ഒട്ടി വരും. പിന്നെ നമ്മുടെ കേക്ക് ഒരു ചൂയി റബ്ബറി ടെക്സ്ചറിലേക്ക് മാറും. അതുകൊണ്ടാണ് ഓവർ മിക്സ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇന്ന് 3 ടിന്നിലാക്കിയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഒരു 6 ഇഞ്ച് ഹൈറ്റ് വരുന്ന പാനിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ടിന്നിന്റെ പകുതിയെ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഈക്വലി 3 ടിന്നിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസിൽ വെക്കാനുള്ളത് എടുക്കാം. ആ ടിന്നിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. വെള്ളം ഉള്ളിൽ പോകാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നല്ല ടൈറ്റ് ആയിട്ട് കവർ ചെയ്യാം. ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൗണ്ട് കേക്ക് വീഡിയോയിൽ കാണിച്ച മെത്തേഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെച്ചു കൊടുക്കാം. വെള്ളം നിങ്ങൾ മാക്സിമം തന്നെ ഒഴിക്കുക, എന്നാലേ ബേക്കിംഗ് ടൈം ഫുൾ വെള്ളം കാണുള്ളൂ. എന്റെ സ്റ്റീമർ ചെറുതായത് കൊണ്ടാണ് ഞാൻ കേക്ക് ഒരുമിച്ച് ഒരു ടിന്നിൽ വെക്കാഞ്ഞത്. ഇതിനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റ് വെക്കാം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി വെച്ചത് കൊണ്ട് മാത്രമാണ് 25 തൊട്ട് 30 മിനിറ്റ്. നിങ്ങൾ മുഴുവനും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50-55 മിനിറ്റ് ഒക്കെ എടുക്കും. ബാക്കി 2 എണ്ണം ഞാൻ അവനിൽ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ്സ്. അപ്പൊ ഒരു 30 മിനിറ്റ് ആയി. അവനിലെ കേക്ക് റെഡിയായി, നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് തണുത്തിട്ട് നമുക്കൊരു വയർ റാക്കിലേക്ക് മാറ്റാം. ഗ്യാസിലെ വെന്തോന്ന് നമുക്ക് നോക്കാം. ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. സ്ക്യൂവർ നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 30 മിനിറ്റ് ആണ് വേണ്ടി വന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ നമ്മുടെ 3 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒരു വയർ റാക്കിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുക്കട്ടെ. ആ സമയത്തിന് നമുക്ക് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ചോക്ലേറ്റ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ സെമി സ്വീറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ വാനില എക്സ്ട്രാക്ട്, പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ, പിന്നെ കുറച്ച് പൗഡേർഡ് ഷുഗർ. ഇത്രയും മതി നമുക്ക് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗിന്. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ വെള്ളം ചൂടാക്കിയിട്ട് ഈ ബൗൾ വെച്ചു കൊടുക്കാം. ഞാൻ ഇന്നിവിടെ 225 ഗ്രാം സെമി സ്വീറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വേണം ഇടാൻ. ഒരു സ്പാച്ചുലയോ ഇല്ലെങ്കിൽ തവിയോ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയി വരുന്ന വരെ മെൽറ്റ് ചെയ്യണം. ഇപ്പൊ നല്ല സ്മൂത്ത് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ബട്ടർ ക്രീം ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് അല്ലെങ്കിൽ 227 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ആണ് എടുത്തിരിക്കുന്നത്. ബട്ടർ നല്ല ക്രീമി ആകുന്നവരെ ബീറ്റ് ചെയ്യുക. ഇപ്പൊ ബട്ടർ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2.5 കപ്പ് പൗഡേർഡ് ഷുഗർ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഐസിംഗ് ഷുഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം ഒരു സ്പാച്ചുലയോ ഇല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ടോ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ബീറ്റ് ചെയ്യുമ്പോൾ ഈ പൊടി തെറിച്ചു പോകില്ല. ഇനി ബീറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആറാൻ വെച്ച ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി ആകെ കൊളാകും. അതുകൊണ്ട് റൂം ടെമ്പറേച്ചർ ആയിട്ട് മാത്രമേ ഒഴിക്കാവൂ. എന്നിട്ട് 2 മിനിറ്റ് കൂടെ ബീറ്റ് ചെയ്യാം. ഇടയ്ക്ക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. ഞാനൊരു ടേണിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. ഇതിൽ കേക്ക് ബോർഡ് വെക്കും മുമ്പേ ഒരു ടിഷ്യൂ നനച്ച് വെച്ചു കൊടുക്കാം. അപ്പൊ കേക്ക് ബോർഡ് ഇങ്ങനെ തെന്നിപ്പോവില്ല. ഇനി നമുക്ക് കേക്കിന്റെ ടോപ്പ് ഒക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നിങ്ങൾ ഒറ്റ കേക്കായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ 3 ഈക്വൽ ലെയേഴ്സ് ആയിട്ട് മുറിച്ചു കൊടുക്കുക. ഇനി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ഫ്രോസ്റ്റിംഗ് വെച്ചു കൊടുക്കാം. അപ്പൊ കേക്ക് സ്ലൈഡ് ചെയ്യൂല. ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കുറച്ച് തിക്നെസ്സോടെ വേണം ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ, അപ്പോഴേ കേക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത ലെയർ വെച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ചു കൊടുക്കാം. ലാസ്റ്റ് ലെയർ വെക്കുമ്പോൾ എപ്പോഴും കേക്കിന്റെ ബാക്ക് സൈഡ് ടോപ്പിൽ വരുന്ന രീതിക്ക് വെക്കണം. അപ്പൊ കേക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടും. എല്ലാ സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കാം. ഇതിനാണ് ക്രം കോട്ട് എന്ന് പറയുന്നത്. ഇതിന് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ് വെക്കണം. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടും. ഇപ്പൊ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് കേക്ക് ഒന്ന് ടോപ്പിംഗ്സ് ചെയ്യാം. ഞാനിന്ന് ഗനാഷ് ടോപ്പിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഗനാഷിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ അത് നോക്കി ചെയ്യുക. ഓക്കെ, ഇനി കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആ സെയിം ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് കൊണ്ട് തന്നെ സ്റ്റാർ നോസിൽ വെച്ച് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് കാണിക്കുന്നത്. ഇനി താഴെയും കൂടെ ആ സെയിം നോസിൽ വെച്ചിട്ട് ബോർഡർ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഫ്ലവേഴ്സിൽ കുറച്ച് സിൽവർ ബൗൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുവാണ്. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. നമ്മുടെ ഇഷ്ടമുള്ള രീതിക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ മിഡിലിൽ വെച്ച് കൊടുക്കാം, നട്ട്സ് വെച്ച് കൊടുക്കാം, റൈറ്റിംഗ്സ് ഒക്കെ ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. നോക്കൂ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗനാഷ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു റിച്ച് ലുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കേക്കിന്റെ ഇൻസൈഡ് കാണിച്ചു തരാം. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അപ്പൊ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കണ്ടോ, ലെയേഴ്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ വീട്ടിൽ നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വെറുതെ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് 2 കിലോ കേക്കാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.